അഞ്ജലി, ഞാൻ രാവിലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ നേർക്ക് ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതിനൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ കാരണം, ഇതിൽ വന്ന പ്രതിഷേധം കാരണം എൻ്റെ RJ പണി പോയി. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ RJ അഞ്ജലിയുടെ ഒരു മാപ്പപേക്ഷ ഇന്നലെ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു. എന്നാൽ അതിലൊന്നും മലയാളി പ്രേക്ഷകർ സംതൃപ്തരല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതിന് കൂടുതൽ ന്യായീകരണവും അതുപോലെ തന്നെ ക്ലാരിറ്റിയുമായി RJ അഞ്ജലി ഇന്നൊരു വീഡിയോയുമായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ അതൊന്നുമല്ല കാര്യം. കാരണം പ്രേക്ഷകർ പറയുന്നത് സത്യമാണ്. കാരണം ഇന്ന് ഒരുപാട് കമൻറ്റുകൾ ഞാനും വായിച്ചു. അതിൽ പ്രേക്ഷകർ പറയുന്നുണ്ട്, നിങ്ങളുടെ മാപ്പപേക്ഷയിൽ യാതൊരുവിധ ആത്മാർത്ഥതയും ഇല്ല എന്നുള്ളത് വളരെ സത്യസന്ധമായ ഒരു കാര്യമാണ്. കാരണം ഒരു മാപ്പപേക്ഷ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വാക്കിലോ നിങ്ങളുടെ പ്രവൃത്തിയിലോ ആ ഒരു ധിക്കാരം തീർച്ചയായിട്ടും പ്രതിഫലിക്കുന്നുണ്ട്. ഇങ്ങനെയൊന്നുമല്ല ഒരു മാപ്പപേക്ഷ ഞങ്ങൾ കണ്ടിട്ടുള്ളത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, മാപ്പപേക്ഷ നടത്തേണ്ടത് ഒരു കാരണവശാലും നിങ്ങൾ ജനങ്ങളോടല്ല, നിങ്ങൾ ജനങ്ങളോട് മാത്രമല്ല തെറ്റ് ചെയ്തത്, നിങ്ങളൊരു ആർട്ടിസ്റ്റിനോടും അവരുടെ ജോലിയോടും അവരുടെ കുടുംബത്തോടുമാണ്. നിങ്ങൾ ഒന്നുകിൽ ആ ആർട്ടിസ്റ്റിനെ വിളിച്ച്, ആ മെഹന്തി ഇടുന്ന ആ ചേച്ചിയെ വിളിച്ച്, ഒന്നുകിൽ എന്നോട് ഇങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, നിങ്ങൾ കൊടുത്ത കേസ് പിൻവലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാപ്പപേക്ഷ ചെയ്തതിന് ശേഷം അവരത് സ്വീകരിക്കുകയാണെങ്കിൽ ആ പ്രശ്നം അവിടെ വെച്ച് തീരുകയും അതുപോലെ തന്നെ പ്രേക്ഷകർ നിങ്ങൾക്ക് മാപ്പ് സ്വീകരിക്കുകയും ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് സത്യം. നിങ്ങളതൊന്നും ചെയ്തില്ല. നിങ്ങൾ ഒരു സ്റ്റോറി അങ്ങ് ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും എല്ലാം നിങ്ങൾ പങ്കുവെച്ചു. പിള്ളേച്ച നിങ്ങൾ കേരളം കത്തിക്കുമെന്ന് ചോദിച്ചുള്ള ധാർഷ്ട്യത്തിൻ്റെ ഒരു മുഖമായിരുന്നു നിങ്ങൾ കാണിച്ചത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ നിങ്ങളുടെ കമൻറ്റ് ബോക്സുകളിൽ അഭിഷേകവുമായി വരുന്നത് എന്നാണ് വിനീതമായിട്ട് എനിക്ക് പറയാനുള്ളത്. എന്നാൽ ഇപ്പോൾ RJ അഞ്ജലി പങ്കുവെച്ച ആ വീഡിയോയിലെ എന്താണ് അവർ ക്ലാരിറ്റി വരുത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്കൊന്ന് ആദ്യമായി പരിശോധിക്കാം. ശേഷം ബാക്കി കാര്യങ്ങൾ കേൾക്കാം. അഞ്ജലി, ഞാൻ രാവിലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ നേർക്ക് ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതിനൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ കാരണം, ഇതിൽ വന്ന പ്രതിഷേധം കാരണം എൻ്റെ RJ പണി പോയി. അത് വാസ്തവ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ആദ്യമേ പറയട്ടെ. ഞാൻ കഴിഞ്ഞ 12 വർഷമായി വർക്ക് ചെയ്തിരുന്ന FM സ്റ്റേഷനിൽ നിന്ന് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ തന്നെ ഞാൻ റിസൈൻ ചെയ്തിരുന്നു. ഞാൻ സ്ഥിരമായി ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് പ്രാങ്ക് കോൾ ചെയ്യുന്ന RJ ആണ്. ഈ ആരോപണം തെറ്റാണ്. കഴിഞ്ഞ 12 വർഷമായി ഞാൻ പ്രാങ്ക് കോൾ ചെയ്യാറുണ്ട്. ഇതിനിടയിൽ എത്ര പ്രാങ്ക് കോൾസ് എന്റേതായിട്ട് പുറത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതിന് കൃത്യമായ കണക്ക് എന്റെ കൈവശം പോലും ഇല്ല. നിങ്ങൾ പുറത്തു കൊണ്ടുവന്ന ഈ 2 വീഡിയോ തന്നെയാണ് എന്റെ ഓർമ്മയിൽ ഞാൻ ഈ പരാമർശം നടത്തിയിട്ടുള്ള വീഡിയോ. ഇതല്ലാതെ മറ്റൊരു വീഡിയോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എന്റെ അറിവിലില്ല. യാതൊരുവിധ ഉപകാരവും ഇല്ലാത്ത വ്യക്തി സമൂഹത്തിന് വേണ്ടി ഇവൾ എന്ത് ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. അയ്യോ ശരിയാണ്, എനിക്ക് ആഗ്രഹമുള്ള അത്രയും സഹായങ്ങളോ അത്രയും ഉപകാരമോ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ എനിക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അതിനുവേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്റെ പേജിലൂടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ ഇന്നും നിറവേറ്റുന്ന കുട്ടികളുണ്ട്, ചികിത്സാ സഹായം ലഭിച്ചവരുണ്ട്. 3 വീടുകൾ നമുക്ക് വച്ചു കൊടുക്കാൻ കഴിഞ്ഞു. അതിൽ 2 വീട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു വീടിന് വേണ്ടിയിട്ടുള്ള സ്ഥലം വാങ്ങി നൽകാൻ പേജിലൂടെ എൻ്റെ പ്രിയപ്പെട്ട ഫോളോവേഴ്സിലൂടെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇനിയും അത് തുടരണം എന്നാണ് ആഗ്രഹം. കമന്റ് വരുമ്പോൾ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങളിലൂടെ പേജ് കടന്നു പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആശങ്കപ്പെടുന്നത് ആ ഒരൊറ്റ കാര്യത്തിൽ മാത്രമാണ്. എനിക്ക് തൊഴിൽ ചെയ്യുന്നവരോട് താല്പര്യമില്ല, ഈ തൊഴിലിനോട് താല്പര്യമില്ല, ഈ സമൂഹത്തിനോട് താല്പര്യമില്ല. ഇത്തരത്തിലുള്ള മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഒരുപാട് പരാമർശങ്ങൾ പല വീഡിയോസിലും ഞാൻ കണ്ടു. ഇതേ ആർട്ടിസ്റ്റുകളോട് സഹകരിച്ചിട്ടുള്ള വീഡിയോസ് എൻ്റെ പേജിൽ നിങ്ങൾക്ക് കണ്ടെത്താവുന്നതാണ്. അവരുമായിട്ട് നേരിട്ട് സംബന്ധിച്ചാൽ മനസ്സിലാവും ഞാൻ ഇടപെടാൻ കഴിയുന്ന ഒരു വ്യക്തിയാണോ, എനിക്ക് അങ്ങനെ ഒരു ബഹുമാനക്കുറവുണ്ടോ എന്നൊക്കെയുള്ളത് തീർച്ചയായും പരിശോധിച്ച് മനസ്സിലാക്കും. ഞങ്ങളോട് ക്ഷമ ചോദിക്കുന്നതിന് പകരം വിളിച്ച വ്യക്തിയോട് ക്ഷമ ചോദിക്കൂ, ആ വീഡിയോ പബ്ലിഷ് ചെയ്യൂ, ആ ഓഡിയോ പബ്ലിഷ് ചെയ്യൂ എന്നുള്ള കമന്റുകളൊക്കെ വരുന്നത് ഞാൻ കണ്ടു. അവരുടെ പ്രൈവസിയെ മാനിക്കുന്നത് കൊണ്ട് തന്നെ ആ വീഡിയോയോ ഓഡിയോയോ പബ്ലിഷ് ചെയ്യാൻ നിർവാഹമില്ല എന്നുള്ളതാണ് വാസ്തവം. ഞാൻ ക്ഷമ ചോദിച്ച ഭാഷ ശരിയല്ല, അതിൽ ആത്മാർത്ഥത കുറവുണ്ട്, ഇങ്ങനെയല്ല ക്ഷമ ചോദിക്കേണ്ടത്, അങ്ങനെയുള്ള കമന്റുകൾ ഞാൻ കണ്ടു. എനിക്കറിയില്ല ഇങ്ങനെ അല്ലാതെ എങ്ങനെയാണ് ക്ഷമ ചോദിക്കേണ്ടതെന്ന്. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. എനിക്കറിയുന്ന ഭാഷയിൽ വീഡിയോ രൂപത്തിലും പോസ്റ്റ് രൂപത്തിലും ഒക്കെയും ഞാൻ ഇതിനകം തന്നെ ക്ഷമ ചോദിച്ചു കഴിഞ്ഞു. പൈസ വാങ്ങിയല്ലേ പ്രാങ്ക് ചെയ്യുന്നത്, 1000 രൂപ പ്രാങ്കിന് ചാർജ് ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം എന്ന് പല കണ്ടന്റ് ക്രിയേറ്റേഴ്സും പറയുന്നത് ഞാൻ കണ്ടു. നിങ്ങൾ പറഞ്ഞ കാര്യം നിങ്ങൾ തെളിയിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. പ്രാങ്ക് ചെയ്യുന്നതിന് പണമോ പാരിതോഷികമോ ഇന്നേ വരെ എൻ്റെ അറിവിൽ ഞാൻ കൈപ്പറ്റിയിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തെളിയിക്കും. നിന്റെ ചിരി എവിടെ പോയടി, നീ ഇങ്ങനെയൊന്നും അല്ലല്ലോടി, ഇങ്ങനെയുള്ള കമന്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാരിറ്റി ഈ വീഡിയോ കൂടി നിങ്ങൾ കണ്ടു കാണും. ഇതിലും ഒരു ആത്മാർത്ഥത ഇല്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും തെറ്റിദ്ധരിക്കാൻ വേണ്ടി സാധ്യതയില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവർ അവരുടെ ഭാഗം ന്യായീകരിക്കാനും അവർ ചെയ്ത സോഷ്യൽ സർവീസുകൾ ഒന്നുകൂടി പബ്ലിസിറ്റി ഉണ്ടാക്കാനും ഒന്ന് തിരിച്ചു വരാൻ വേണ്ടി മാത്രം ശ്രമിക്കുക എന്നതിൽ അപ്പുറം അവർ ചെയ്ത മാപ്പപേക്ഷയിലോ ചെയ്ത പ്രവൃത്തിയിലോ അവർക്ക് യാതൊരുവിധ ഖേദവുമില്ല എന്ന് ഈ ഒരു പ്രതികരണം കേട്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെയാണോ ഒരു തെറ്റ് പറ്റിപ്പോയാൽ അവർ പ്രതികരിക്കേണ്ട രീതി എന്ന് അവരുടെ സംസാരം കേട്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒന്ന് ചിന്തിച്ച് നോക്കുന്ന ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. അവർ സോഷ്യൽ വർക്ക് ചെയ്യുന്നില്ല എന്നോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് നന്മയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ളതൊന്നുമല്ല ഇവിടുത്തെ മലയാളികളെ പ്രശ്നം. നിങ്ങൾ 2 വീടുണ്ടാക്കി കൊടുത്തു എന്നും നിങ്ങൾ ഒരുപാട് മെഡിക്കൽ മരുന്നുകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്ക് വാങ്ങിക്കൊടുത്തു എന്നതൊക്കെ നിങ്ങൾ പറയുന്നതൊക്കെ നല്ല കാര്യമാണ്. നിങ്ങൾ ചെയ്ത ഇത്രയും കാലം നിങ്ങൾ പറയുന്നുണ്ട് ഒരുപാട് പ്രാങ്ക് കോളുകൾ നിങ്ങൾ 12 വർഷമായിട്ട് നിങ്ങൾ ചെയ്തു വരികയാണ് എന്നാണ് പറയുന്നത്. ആ 12 വർഷവും നിങ്ങളെ ഈ മലയാളി സമൂഹം
സ്വീകരിച്ചോ ഇല്ലയോ എന്ന് നിങ്ങൾ തന്നെയാണ് വ്യക്തമാക്കേണ്ടത്. എന്നിട്ട് എന്തുകൊണ്ട് ഈ ഒരു സമയത്ത് മാത്രം നിങ്ങൾക്കെതിരെ മലയാളികൾ തിരിയുന്നു? കാരണം നിങ്ങൾ ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത് 1 അല്ല 2 അല്ല 3 വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിടക്കുന്നുണ്ട്. ഒന്നാമത് നിങ്ങളെ സ്ത്രീയുടെ ഒരു ജോലിയെ പറ്റിയിട്ടാണ് നിങ്ങൾ തെറി പറയുന്നത് എന്നുള്ളത് ഫസ്റ്റ്. രണ്ടാമത്തെ കാര്യം, നിങ്ങളതിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാം അന്വേഷിച്ചതിന് ശേഷവും ആ സ്ത്രീ തനിക്ക് ഒരു ജോലി അല്ലെങ്കിൽ ഒരു വാഗ്ദാനം കിട്ടുകയാണ് എന്നുള്ള ഒരു ശ്രമത്തിൽ സംസാരിക്കുകയാണ്. വളരെ 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 ദുഃഖത്തോടു കൂടിയാണ് ആ സ്ത്രീ അതിനെ അഭിമുഖീകരിക്കുക. തീർച്ചയായിട്ടും അവർ സൈബർ സെല്ലിലേക്കും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്കും കേസുമായി എല്ലാം വന്നപ്പോൾ നിങ്ങൾ അവരെ പരിഹസിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അപ്പോൾ ഒന്നാമത്തെ പ്രാവശ്യം നിങ്ങൾക്ക് അങ്ങനെ തെറ്റുപറ്റി പോയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മാപ്പ് പറയുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും അത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ സ്വീകരിക്കേണ്ടത് എല്ലാവരുടെയും ബാധ്യത തന്നെയാണ്. പക്ഷേ നിങ്ങൾ അങ്ങനെയല്ല ചെയ്തത്. തോമാച്ച നിങ്ങൾ കേരളം കത്തിക്കുമോ എന്നൊക്കെ ചോദിച്ച് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും സ്റ്റോറി ഇട്ട് അവരെ അവഹേളിക്കുന്ന രീതിയിലാണ് രണ്ടാമത്തെ ദിവസം നിങ്ങൾ പുറത്തു വന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചു നെഗറ്റീവ് ഇമേജിലൂടെ എങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നിങ്ങൾ പരീക്ഷണം നടത്തി. നിങ്ങൾ പറയുന്നു നിങ്ങളെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടതല്ല, നിങ്ങൾ കഴിഞ്ഞ മാർച്ചിൽ തന്നെ ജോലി രാജിവെച്ചു എന്നൊക്കെ പറയുന്നത് സത്യമാണോ കള്ളത്തരമാണോ? അതൊക്കെ നിങ്ങൾ പേഴ്സണൽ കാര്യമാണ്. നിങ്ങളെ പിരിച്ചുവിട്ടാലും പിരിച്ചു വിട്ടിട്ടില്ലെങ്കിലും അത് മലയാളികളെ ബാധിക്കുന്ന ഒരു കാര്യമേ അല്ല. നിങ്ങൾ സമൂഹത്തിലേക്കിട്ട ഒരു കണ്ടന്റ് അതാണ് തെറ്റായിപ്പോയത്. അതിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ നിങ്ങൾക്കും നിങ്ങളെ ഫാമിലിക്കും അതുപോലെ തന്നെ നിങ്ങളെ ചാനലിലും നിങ്ങളുടെ പ്രവൃത്തിക്കും എല്ലാം വന്നിരിക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് തിരുത്തപ്പെടേണ്ടതായിരുന്നു. നിങ്ങൾ തിരുത്തിയ രീതി ഒന്നുകൂടി ധാർഷ്ട്യം കലർന്നതായിപ്പോയി എന്നുള്ളത് സത്യമാണ്. അത് ആർക്കും അംഗീകരിക്കാൻ വേണ്ടി പറ്റുകയില്ല. ഈ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് മലയാളികൾ വീണ്ടും വീണ്ടും നിങ്ങളെ കമൻറ്റ് ബോക്സുകളിൽ തെറിയുമായി വരുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു ആത്മാർത്ഥതയില്ല എന്ന് നിങ്ങളോട് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ വീഡിയോ 1 or 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തൊന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളെ മാപ്പപേക്ഷ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഏകദേശ രൂപം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ ഒന്നുകൂടി പറയുകയാണ്, നിങ്ങൾ മലയാളികളോട് ഞാൻ മാപ്പപേക്ഷയുമായി വരികയാണ്, എനിക്ക് മലയാളികളോട് സംസാരിക്കാൻ കൂടുതൽ ഇഷ്ടമാണ്, അങ്ങനെ എങ്ങനെയാണ് എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. മലയാളികളോട് മാത്രമല്ല നിങ്ങൾ തെറ്റ് ചെയ്തത്, നിങ്ങളൊരു സ്ത്രീയോട്, അവരുടെ തൊഴിലിനോട്, നിങ്ങളെ മെഹന്തി ഇടാൻ വേണ്ടി വിളിച്ച സ്ത്രീയോട് എവിടെയെങ്കിലും നിങ്ങളൊരു മാപ്പുമായി വിളിച്ച് ഒരു ഫോൺ കോൾ ചെയ്ത് അവരുടെ പ്രൈവസിയെ ബാധിക്കുമെന്ന് നിങ്ങൾ പറയുന്നത് ഇപ്പോൾ എന്തുകൊണ്ട് നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് അവരുടെ പ്രൈവസിയെ ബാധിക്കുമെന്ന് താങ്കൾക്ക് തോന്നിയതേയില്ല? അത് ചെയ്ത ശേഷം നിങ്ങളെ കണ്ടന്റ് സോഷ്യൽ മീഡിയയിൽ ഇട്ടു, അപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായില്ല ഇവരുടെ പ്രൈവസിയെ ബാധിക്കും, ഇവരുടെ ഫാമിലിയെ ബാധിക്കുമെന്ന് താങ്കൾക്കൊന്നും തോന്നിയില്ല. അതിനുശേഷം നിങ്ങളെ പബ്ലിഷ് ചെയ്തു. അതിനുശേഷവും നിങ്ങളെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ നിന്ന് പിൻവലിച്ചില്ല, അപ്പോഴും താങ്കൾക്ക് തോന്നിയില്ല അവരുടെ പ്രൈവസിയെ ഇത് ബാധിക്കുമെന്നും. ഇപ്പോൾ താങ്കൾക്ക് തോന്നുന്നു താങ്കൾ അവരോടൊരു മാപ്പ് പറഞ്ഞാൽ ഒരു കുറച്ചിലായി പോകുമോ എന്നുള്ള ഒരു പ്രശ്നത്തിൻ്റെ പുറത്ത് താങ്കൾ അത് ചെയ്യുന്നില്ല. എന്നിട്ട് നിങ്ങൾ പറയുകയാണ് അത്തരം ഒരു കാര്യം ഞാൻ ചെയ്താൽ അവരുടെ പ്രൈവസിയെ എങ്ങനെയാണ് അവരുടെ പ്രൈവസിയെ അത് ബാധിക്കുന്നത്? അവരുടെ പ്രൈവസിയെ ഒന്നുകൂടി അത് സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുക. താങ്കൾ ചെയ്ത തെറ്റിനെ താങ്കൾ അവരെ വിളിച്ചൊരു മാപ്പപേക്ഷ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ സ്ത്രീക്ക് അവർ അത് ചെയ്തല്ലോ, എന്നോട് ചെയ്ത ഒരു തെറ്റിന് ആ സ്ത്രീ മാപ്പ് പറഞ്ഞല്ലോ, അത് അവരുടെ ഒരു ഇമേജ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക. ഒരു കാരണവശാലും അവരുടെ പ്രൈവസിയെ അത് ബാധിക്കുന്ന ഒരു പ്രശ്നമേ അല്ല. താങ്കൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് താണു കൊടുക്കാനുള്ള പ്രയാസം അത് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിരന്തരമായി താങ്കൾക്കറിയ സൈബർ ആക്രമണങ്ങൾക്കും അതുപോലെ തന്നെ കമൻറ്റുകളും എല്ലാമായിട്ട് നിറയുന്നത്. താങ്കൾ അത് ചെയ്യാത്തിടത്തോളം കാലം തീർച്ചയായിട്ടും മലയാളികൾ മിക്കവാറും അത് തുടർന്നു കൊണ്ട് തന്നെ ഇരിക്കാനാണ് സാധ്യത. അതുകൊണ്ട് വരും ദിവസങ്ങളിലെങ്കിലും താങ്കൾ അതിനുള്ള ഒരു ശ്രമം കൂടി നടത്തി അതിൻ്റെ ഒരു ക്ലാരിറ്റി വരുത്തിയ ശേഷം അതുകൂടി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ മലയാളികളും അതുപോലെ തന്നെ ഈ മെഹന്തി ആർട്ടിസ്റ്റും താങ്കളോട് ക്ഷമിക്കുമായിരിക്കാം. അപ്പോൾ ഇതിപ്പോൾ കേസ് വന്നതുകൊണ്ട് മാത്രമാണ് താങ്കൾ ഒരു മാപ്പപേക്ഷയുമായി വന്നത്. അതിൻ്റെ മുന്നേ എല്ലാം താങ്കളുടെ പ്രതികരണത്തിലും അതുപോലെ തന്നെ താങ്കളുടെ പോസ്റ്റിലും താങ്കളുടെ റീൽസിലും എല്ലാം ധാർഷ്ട്യത്തിൻ്റെ ഒരു ചുവ എല്ലാവരും കണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് മലയാളികൾ അത് സ്വീകരിക്കാത്തത്. വരും ദിവസങ്ങളിലെങ്കിലും താങ്കൾ അത്തരം പ്രവൃത്തിയിൽ മുഴുകി അത്തരം മാപ്പപേക്ഷയുമായി മെഹന്തി ആർട്ടിസ്റ്റിൻ്റെ അടുത്തേക്ക് പോകുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.